ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തനി നാടൻ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി ഞാൻ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, പച്ചമുളക്, വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം, ശർക്കര, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരം വേറെ എണ്ണ എടുക്കാതിരിക്കും. പക്ഷേ ഇവിടെ മമ്മിയൊക്കെ നല്ലെണ്ണ എടുക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നമുക്ക് ആദ്യം വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ വറുത്തെടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇഞ്ചിയുടെയും തേങ്ങാക്കൊത്തിൻ്റെയും ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് അതൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അരയ്ക്കാതെ ചെയ്യുന്നവരും ഉണ്ട്. ഇവിടെ പക്ഷേ അരച്ച് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവരുത്. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം ഒക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും തേങ്ങയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. കറി റെഡിയായി വരുമ്പോഴത്തേക്കും ശർക്കര ഇതിൽ ഉരുകി ചേർന്നോളും. സാധാരണ ശർക്കരയാണെങ്കിൽ അത് ഉരുക്കിയതിന് ശേഷം അരിച്ചു വേണം കറിയിൽ ചേർക്കാനായിട്ട്. ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ കൂടെ ഉപ്പും പുളിയും മധുരവും ഒക്കെ പാകമാണെന്നൂടെ നോക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നോക്കിക്കേ, നമ്മുടെ ഇഞ്ചിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റുമാണിതിന്. ഓണത്തിനും സദ്യക്കുമൊക്കെ ഇഞ്ചിക്കറി ഇല്ലെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.